ചെങ്കടലിൽ ചൈനയും ജർമ്മനിയും ഏറ്റുമുട്ടി എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചെങ്കടലിൽ ചൈനയുടെ ലേസർ ആക്രമണമാണ് നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൂത്തി വിമതരുടെ ആക്രമണങ്ങളിൽ നിന്ന് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെയും ബോട്ടുകളെയും ജർമ്മനിയാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജർമ്മനി സംരക്ഷിക്കുമ്പോൾ ചൈനീസ് യുദ്ധക്കപ്പലുകൾ ഒരു ജർമ്മൻ വിമാനത്തെ ലേസർ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. സംഭവത്തിന് ശേഷം ചൈനയുടെ നടപടികളിൽ ജർമ്മനി വലിയ രീതിയിലുള്ള അസ്വസ്ഥത ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ചൈനീസ് അംബാസിഡറെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ജർമ്മനിയിൽ പെട്രോളിംഗ് നടത്തുന്ന ഈ വിമാനം യൂറോപ്യൻ യൂണിയന്റെ എക്സ്പെഡറ്റ് ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. വിമാനം ചെങ്കടലിൽ സുരക്ഷ ഒരുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുന്നറിയിപ്പില്ലാതെയാണ് വിമാനം ചൈന ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ ജർമ്മനി പറയുന്നത്. ഈ മാസം ആദ്യം ഒരു കാരണമോ മുന്നറിയിപ്പോ ഇല്ലാതെ ഒരു ചൈനീസ് യുദ്ധക്കപ്പൽ തങ്ങളുടെ വിമാനത്തെ ലേസർ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. ലേസർ ഉപയോഗിച്ച് ആളുകളെയും വിമാനങ്ങളെയും അപകടത്തിലാക്കിയതായി ചൈന സമ്മതിച്ചിട്ടുമുണ്ട്. മുൻകരുതൽ എന്ന നിലയിൽ ദൗത്യത്തിൽ പ്രവർത്തിക്കുന്ന വിമാനം ഉടനടി നിർത്തിവെച്ചിരുന്നുവെന്ന് മന്ത്രാലയ വക്താവ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ചൈനയ്ക്ക് മുന്നറിയിപ്പും ഇപ്പോൾ ജർമ്മനി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവത്തിന് ശേഷം വിമാനം ഉടൻ തന്നെ ജിബൂട്ടി ബേസിലേക്ക് കൊണ്ടുവന്നതായും എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണെന്നും മന്ത്രാലയം അറിയിച്ചു. വിമാനത്തിൽ ജർമ്മൻ സൈനികർ ഉണ്ടായിരുന്നു. മറുവശത്ത് എല്ലാ സുരക്ഷാ പരിശോധനകളും നടത്തിയ ശേഷം വിമാനം പ്രവർത്തനം പുനരാരംഭിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഹൂത്തി വിമതരുടെ ആക്രമണം തടയുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായി വിമാനം ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തി വരികയായിരുന്നു. പൊതുജന സുരക്ഷയ്ക്കായി വിമാനം പെട്രോളിംഗിന് ഇറങ്ങുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ജർമ്മനി പറയുന്നത്. ചൈന ജർമ്മൻ ഉദ്യോഗസ്ഥരെ അപകടത്തിലാക്കുകയും ഓപ്പറേഷനിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് പൂർണ്ണമായും അസ്വീകാര്യമാണ് എന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. മറുവശത്ത് ഈ വിഷയത്തിൽ ചൈനയിൽ നിന്നൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. യൂറോപ്യൻ യൂണിയൻ ദൗത്യത്തിന്റെ ലക്ഷ്യം ടൂറിസ്റ്റ് കപ്പലുകളെ സംരക്ഷിക്കുക എന്നതാണ്. തെക്കൻ ഭാഗത്തുള്ള ചെങ്കടൽ വളരെ അപകടകരമായിട്ടുള്ള സ്ഥലമാണ്. ഹൂത്തി വിമതർ ഇടയ്ക്കിടെ ഇവിടെ ആക്രമണം നടത്തുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ജർമ്മൻ സൈന്യം ആളുകളെ രക്ഷിക്കാനുള്ള ദൗത്യമാണ് ഇവിടെ നടത്തി വന്നിരുന്നത്. ആ ദൗത്യത്തിനിടെയാണ് ജർമ്മൻ വിമാനത്തെ ചൈന ഇപ്പോൾ ലേസർ ആക്രമണം കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.